ഈ 3 ഇസ്മുകളെയും യോജിപ്പിച്ചുകൊണ്ട് യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, ഇതാണ് നമ്മൾ ചൊല്ലേണ്ടത്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. ഇത് ചൊല്ലേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിസ്കാരങ്ങൾക്ക് ശേഷമാണ്. നിസ്കാരത്തിന് ശേഷമാണ്. അത് ഏത് നിസ്കാരത്തിന് ശേഷമാവാം. ഇനി എല്ലാ നിസ്കാര ശേഷവും ചെല്ലാൻ പറ്റുമ്പോൾ എല്ലാ നിസ്കാര ശേഷവും ചെല്ലുക. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും നിസ്കാരത്തിൻ്റെ പിറകെ നിസ്കാരം കഴിഞ്ഞ് സാധാരണ ആ നിസ്കാരത്തിൽ ചെയ്യാറുള്ള ദിക്റുകൾ അത് ചൊല്ലി ദുആ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ തന്നെ ഇരുന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചൊല്ലുക. അതല്ലെങ്കിൽ മറ്റു ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലിടക്കും ചൊല്ലി തീർക്കാം. അത് 100 തവണ ചൊല്ലണം. മലയാളം യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം 100 തവണ ചൊല്ലാൻ നമുക്ക് ചെലവഴിക്കേണ്ടത് വെറും 3 മിനിറ്റ് സമയമാണ്. 3 മിനിറ്റ് കൊണ്ട് നമുക്ക് 100 പ്രാവശ്യം ചൊല്ലി തീർക്കാൻ കഴിയും. അപ്പോൾ ആ ഇസ്മ യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം എന്ന ഇസ്മ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയാണെങ്കിൽ മറവി രോഗങ്ങൾ, നേരത്തെ പറഞ്ഞ എല്ലാ